13 എൻ്റെ അനുവാട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു, കേക്ക് കട്ട് ചെയ്തു, പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി. ബർത്ത്ഡേക്കാരൻ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിരിയാണിയുടെ റെസിപ്പീസൊന്നും ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. കാരണം അനുവാട്ടൻ ഉണ്ടാക്കുമ്പോൾ ഒന്നിൻ്റെ അളവ് കിട്ടില്ല, എല്ലാം കൈ അളവാണ്, സ്പൂണിൻ്റെ കണക്കൊന്നുമില്ല. പക്ഷേ അനുവാട്ടൻ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് കണ്ടിട്ട് ചേട്ടനെ കൊണ്ട് പണിയെടുപ്പിക്കുമെന്ന് പറഞ്ഞ് കമൻറ്റ് വരുമോയെന്നറിയില്ല. ഞാൻ ഒരു ദിവസം ലൈവ് ഇട്ട സമയത്ത് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടനെ കൊണ്ട് പണിയെടുപ്പിക്കുവാണല്ലേ എന്നും പറഞ്ഞിട്ട്. ചേട്ടനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതല്ല, ചേട്ടന് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്, ആരും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതെന്നല്ല. കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാടിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കണ്ടത്തിലൊക്കെ പണിയെടുക്കുന്നതും ഒക്കെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്, ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല. സമയം കിട്ടുമ്പോഴൊക്കെ അനുവാട്ടൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട്, എനിക്കും മോനും. അപ്പോൾ എനിക്ക് നടുവേദനയൊക്കെ ആയതുകൊണ്ട് എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിയത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സേമിയ പായസം ഉണ്ടാക്കണം, അത് ഞാനാണ് ഉണ്ടാക്കുന്നത്. കേക്ക് കട്ടിങ്ങൊക്കെ രാത്രി തന്നെ കഴിഞ്ഞായിരുന്നു. കൃത്യം 12 മണിക്ക് ഞാൻ അനുവാടിനെ വിളിച്ചുണർത്തി കേക്കൊക്കെ കട്ട് ചെയ്തു. വെച്ചൂസ് ഉറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതാണ്, അമ്മേ എന്നെ 12 മണിക്ക് വിളിക്കണേ, അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അത്ര വിളിച്ചിട്ട് അവൻ എഴുന്നേറ്റില്ല. പിന്നെ ഏതായാലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും അനുവാട്ടനും കൂടി കേക്ക് കട്ട് ചെയ്തു. വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ സെറ്റാക്കി വെച്ചതാണ്, പക്ഷെ വീഡിയോ ഓണായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീഡിയോ ഒന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ബിരിയാണിയും പായസവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ